നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സർവ ആഭീഷ്ട ഭാവം, സർവ ലാഭ ഭാവം. ഇപ്പം നമ്മൾ 1 മുതൽ 10 വരെയുള്ള ഭാവങ്ങളെക്കുറിച്ച് ഇതുവരെ മനസ്സിലാക്കാത്തവർ അത് കണ്ട ശേഷം വേണം 11ാം അധ്യായത്തിലേക്ക് എത്താൻ. അപ്പോൾ 11ാം അധ്യായത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാമത്രികോണ ഭാവങ്ങളിൽ അവസാനത്തെ ഭാവം, 3ാം ഭാവം, 7ാം ഭാവം, 11ാം ഭാവം, ഈ 3 ഭാവങ്ങളെ കാമത്രികോണങ്ങൾ എന്ന് പറയും. ഈ 3, 7 തമ്മിലുള്ള ബന്ധം 7, 11, 5, 11 ഈ ഭാവങ്ങളൊക്കെയാണ് ശരിക്കും റിലേഷൻഷിപ്പ് ഹാപ്പിനെസ്സിനെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രകൃതിയായിട്ട് നമുക്ക് തരുന്ന ഒരുപാട് ഗുണാനുഭവങ്ങൾ, നമ്മുടെ സൗഹൃദങ്ങൾ എല്ലാം ഈ 11ാം ഭാവത്തെ ആശ്രയിച്ചിരിക്കും. 11ാം ഭാവത്തെ പൊതുവെ പ്രകൃതി അനുവദിച്ചു തരുന്ന ഭാവം എന്നാണ് പറയുന്നത്. കാരണം നമ്മളിലേക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം വന്നു ചേരേണ്ടത് ഈ 11ാം ഭാവം കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ഭാവത്തെ പറയുന്നത് ഹൗസ് ഓഫ് എക്സ്പാൻഷൻ എന്നാണ്. വിസ്തരിക്കുന്ന ഭാവമാണിത്. കാമത്രികോണങ്ങളിൽ 11ാം ഭാവമായിട്ടുള്ള ഈ ഭാവം നമ്മുടെ ഭൗതിക ജീവിതത്തെ, അതായത് മെറ്റീരിയൽ സക്സസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഭാവമാണെന്നുള്ളതും കൂടി ഓർത്ത് വെക്കണം. 11ാം ഭാവത്തിൻ്റെ ബലം ആണ് നമ്മളിലേക്ക് ഒരുപാട് ലാഭങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് 11ാം ഭാവമാണ്. ഇപ്പം ലഗ്നാധിപൻ 11ാം ഭാവത്തിൽ പോയി നിന്നാൽ കുറേ നമ്മൾ ജനിച്ച സാഹചര്യത്തിൽ നിന്നും കുറച്ച് ഉയർന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ളൊരു യോഗവും കൂടിയാണ്. അതുപോലെ തന്നെ 11ാം ഭാവമാണ് ഫാൻറ്റസി. ഓരോ ഭാവാധിപനും ഭാവവും 11ാം ഭാവവുമായി ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു ഭാവാധിപൻ 11ാം ഭാവത്തിൽ പോയി നിന്നാൽ ആ ഭാവത്തിന് പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാൻറ്റസി ഉണ്ടാവും. ഉദാഹരണത്തിന് 7ാം ഭാവാധിപൻ 11ൽ നിന്നാൽ ആ ദാമ്പത്തിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ഫാൻറ്റസികൾ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ടാവും. അതുപോലെ തന്നെ ലഗ്നാധിപൻ 11ൽ നിന്നാൽ അത് ചരരാശിക്ക് ദോഷമാണ്. ചരരാശികൾ ഒഴിച്ച് മറ്റ് സ്ഥിര ഉഭയരാശികളിൽ 11ാം ഭാവത്തിൽ ലഗ്നാധിപൻ നിന്നാൽ പുറമേ നമ്മൾ കാണിക്കുന്ന അല്ലാതെ അവരുടെ ഉള്ളിലൊരു ഫാൻറ്റസി ഒക്കെ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ എൽഡർ സിബ്ലിങ്സ് അല്ലെങ്കിൽ മൂത്ത സഹോദരങ്ങൾ, അവരുടെ ശാരീരിക മാനസിക ആരോഗ്യങ്ങൾ, ഇതെല്ലാം 11ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ സർവ്വലാഭം എന്ന് ഞാൻ പറഞ്ഞല്ലോ. സർവ്വലാഭം എന്ന് പറയുമ്പം നമ്മുടെ ലൈഫിൻ്റെ പാത്തിലുള്ള കോൺസെൻട്രേഷൻ ശരിക്കും ഈ 11ാം ഭാവമാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പാത്തിലേക്ക് നമ്മൾ കടന്നിട്ട് അതുവഴി നമ്മൾ മുന്നോട്ട് പോകുമ്പം പ്രകൃതിയായിട്ട് നമുക്ക് കൊണ്ടുതരേണ്ട എല്ലാ അനുഗ്രഹങ്ങളും, അതുകൊണ്ട് സർവ്വലാഭം എന്ന പ്രകൃതിയായിട്ട് നമ്മളിലേക്ക് കൊണ്ടുതരേണ്ട എല്ലാ അനുഭവങ്ങളും 11ാം ഭാവം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ഗോളുകളും ഐഡിയാസും ഒക്കെ ഉണ്ട്, പക്ഷേ പ്ലാനിങ് മാത്രമേ നടക്കത്തുള്ളായിരിക്കും. ഇവർക്കൊരു പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും, പുതിയ പുതിയ പ്ലാനിങ്ങുകൾ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ 99% പ്ലാനിങ്ങിനേക്കാളും വലുതാണ് ഒരു 1% എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. 1% കൃത്യമായിട്ടുള്ള എക്സിക്യൂഷനാണ് അവരിലേക്ക് പലതും വന്ന് ചേരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ സ്പെസിഫിക്കായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്ത് മനസ്സിലാക്കാനും അതുവഴി നമുക്ക് വേണ്ടതെല്ലാം വന്നു ചേരാനും ഈ 11ാം ഭാവം അനുഗ്രഹിക്കണം. അതുകൊണ്ട് തന്നെ കാമത്രികോണങ്ങളെന്ന് പറയുമ്പോൾ ഭൗതികപരമായിട്ടുള്ള സക്സസ്സിന് 11ാം ഭാവവും 3ാം ഭാവവും 7ാം ഭാവവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിപ്പം മാരിറ്റൽ ലൈഫാണെങ്കിലും, റിലേഷൻഷിപ്പിലാണെങ്കിലും, സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഗെയിൻ ആണെങ്കിലും, നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ 5ാം ഭാവം കൂടെ അതിനകത്ത് ബന്ധപ്പെടുത്തണം. 1, 3, 5, 7, 11 കാമത്രികോണങ്ങൾ 3, 7, 11 പക്ഷേ ഈ 1ാം ഭാവത്തിൻ്റെയും 5ാം ഭാവത്തിൻ്റെയും 1ാം ഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാവമാണ് 7ാം ഭാവം. അതുപോലെ 5ാം ഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാവമാണ് 11ാം ഭാവം.
അപ്പോൾ 1ഉം 5ഉം 7ഉം അതുപോലെ തന്നെ ധൈര്യവും വീര്യവും ദുർബുദ്ധിയും ഒക്കെ ചിന്തിക്കുന്ന 3ആം ഭാവവും കൂടിയുള്ള പരസ്പര കണക്ഷൻസ് കൃത്യമായി വരുമ്പോഴാണ് നമുക്ക് ഒരു ഫ്ലോ വരുന്നത്. അതിന് 11ആം ഭാവം വെടക്കായി പോകാനേ പാടില്ല. 11ആം ഭാവാധിപൻ 6, 8, 12 പോകരുത്. അതുപോലെ തന്നെ ഏത് ഭാവാധിപനും ഒരുപോലെ 11ൽ നിൽക്കാൻ പറ്റും എന്നൊരു പൊതു പ്രമാണമുണ്ട്. എല്ലാ ഗ്രഹങ്ങൾക്കും ഒരുപോലെ 11ൽ നിൽക്കാം എന്നുള്ളത്. പക്ഷേ ചരരാശിയിലേക്ക് 11ൽ നിൽക്കുന്ന ഗ്രഹം ആയുർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ദോഷം ചെയ്യുന്നത് ഞാൻ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചരരാശികൾക്ക് 11ആം ഭാവം ആയുസ് ചിന്തിക്കുമ്പം ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി ഞാനിവിടെ നോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ലൈഫിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് 11ആം ഭാവം ബലപ്പെട്ടവർക്ക് ഭയങ്കരമായിട്ട് കഴിവ് വരും. ഈ 11ആം ഭാവം ബലപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷാർപ്പായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാകും, ഒരു റിയലിസ്റ്റിക് ഗോൾ ഉണ്ടാകും അവർക്ക്. നമുക്ക് പല പല ഐഡിയാസ് ഉണ്ടാകും, പക്ഷേ എക്സിക്യൂഷൻ കൃത്യമായിട്ട് നടക്കും. പ്രപഞ്ചം അതിന് അനുവദിച്ചു തരും. അപ്പം നമ്മുടെ ആ ഒരു ഇമാജിനറി അല്ലെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള ആ വിഷ്വലൈസ് ചെയ്ത സബ്ജക്റ്റിനെ, നമ്മൾ കണ്ടതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കൂടെ ഇത് വിജയിപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നു ചേരും. ഒരു രാജാവിനും ഒറ്റയ്ക്കൊരു രാജ്യം നടത്തിക്കൊണ്ട് പോകാനോ ഒറ്റയ്ക്കൊരു യുദ്ധം ജയിക്കാനോ പറ്റില്ല. പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഒറ്റയ്ക്കൊക്കെ ജയിച്ച കഥ, പക്ഷേ ഇന്നത്തെ കാലത്ത് സാധാരണ മനുഷ്യരുടെ ഇടയിൽ പറ്റില്ല. അതുകൊണ്ട് ഒരാൾ വിജയിക്കുന്നതിന് അയാളുടെ ചുറ്റുപാടുകളും പ്രകൃതിയും അയാളുടെ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ ഊർജവും വന്നു ചേരണം. അങ്ങനെയുള്ള ആൾക്കാർ വന്നു ചേരണം. നിയോഗത്തെ ഫുൾഫില്ല് ചെയ്യാനുള്ള ആളുകൾ വന്നു ചേരണം. അതിന് സഹായിക്കുന്ന ഭാവമാണ് 11ആം ഭാവം. ഈ 11ആം ഭാവം മോശമാവുമ്പം, 11ആം ഭാവാധിപൻ മോശമാവുമ്പം ഒക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് വളരെ ചുരുങ്ങിയതായിരിക്കും. നമുക്ക് ആരോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല. നമ്മൾ പറയില്ലേ, നമ്മൾ ആരുടെയോട് നന്ദി പറയാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ജീവിതത്തിൽ, അല്ലെങ്കിൽ നന്ദി പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയില്ലേ. അങ്ങനെയല്ല. നമ്മളെ പ്രസവിച്ച നമ്മുടെ അമ്മ, അത് കഴിഞ്ഞിട്ട് ആദ്യമായി നമ്മൾ എടുത്ത നേഴ്സ്, ഡോക്ടർ തുടങ്ങി ഇന്ന് ഈ നിമിഷം വരെയുള്ള ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുമായി കണക്ട് ചെയ്തിട്ടുള്ള എത്രയോ മനുഷ്യരുണ്ട്. അവരോടെല്ലാം പോയി നന്ദി പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ പ്രപഞ്ചത്തോടൊരു നന്ദിയും കടപ്പാടും സ്നേഹവും ഉണ്ടാവണം. അത് സൂചിപ്പിക്കുന്ന ഭാവം 11ആം ഭാവമാണ്. 11ആം ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്. 11ആം ഭാവം മോശപ്പെട്ടു പോയാൽ പ്രപഞ്ചത്തിൽ നിന്നുള്ള അനുഗ്രഹം കുറയും. ജീവിതത്തിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും, സക്സസ്, ചിലപ്പോൾ പൈസയൊക്കെ ഉണ്ടാക്കിയെന്നിരിക്കും, പക്ഷേ ഇൻഡിവിജ്വലി വ്യക്തി എന്നുള്ള രീതിയിൽ ആ വ്യക്തി വളരെ ഇടുങ്ങിയ ലോകത്തിലേക്ക് പോവുകയും ചെയ്യും. അതേപോലെ 11ആം ഭാവം മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഐസൊലേറ്റഡ് വേൾഡ് ആയിരിക്കും. അതുപോലെ തന്നെ 11ആം ഭാവം മോശമായി കഴിഞ്ഞാൽ ഇവർ എന്താ പറയുക, ഡാർക്ക് ഫ്രണ്ട്സ്, അതായത് മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ പോവാനും മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളോട് താല്പര്യമൊക്കെ വരും. ഞാനൊരിക്കൽ പറഞ്ഞു, 5ഉം 11ഉം ഭാവങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ഡിവോഷണൽ ആയിട്ടുള്ളൊരു ഭാവമാണ്. ഡിവോഷണൽ ലവ് ആണ്, ഒരു ഭക്തിയാണ്. നമ്മളായി തീർക്കുന്നത്, നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളിലേക്ക് വന്നു ചേരുന്നവരാണ് ഈ 5ഉം 11ഉം. നമ്മുടെ തലമുറകൾ, നമ്മുടെ ഉപാസന, ഇതെല്ലാം 5ഉം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാവമായിട്ടുള്ള 11ഉം. ഇതിൻ്റെ തമ്മിലുള്ള ഒരു ബന്ധമാണ് പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നത്. അതിൽ ഈ 11ആം ഭാവം പിഴച്ചു പോയാൽ, 11ആം ഭാവാധിപൻ ബലഹീനനായി പോയാൽ, 11ആം ഭാവം പാപഗ്രഹങ്ങളാൽ നിന്നാൽ, എല്ലാ ഗ്രഹങ്ങൾക്കും ഒരുപോലെ 11ൽ നിൽക്കാമെന്നൊക്കെ പറയുമെങ്കിലും അനുഭവത്തിലൊക്കെ വേറെയാണ്. അതൊക്കെ ഞാൻ പിന്നീട് നമുക്ക് പഠിക്കാം. പക്ഷേ 11ആം ഭാവത്തിൻ്റെ ബലക്ഷയം ഐസൊലേഷനിലേക്കും അതേപോലെ തന്നെ മോശമായ കൂട്ടുകെട്ടിലേക്കും വഴിവിട്ട ബന്ധങ്ങളിലേക്കും ഒക്കെ ചെല്ലും. 11ആം ഭാവം മോശപ്പെട്ട് 4ഉം 7ഉം 12ഉം ഒക്കെ ആയിട്ടൊക്കെയുള്ള ബന്ധം, ശനി ഇതൊക്കെ വന്നാൽ, ശനി മാത്രമല്ല രാഹു ഇതൊക്കെ വന്നാൽ വളരെ മോശ സ്വഭാവവും അടുപ്പിക്കാനൊന്നും പറ്റാത്ത രീതിയിലുള്ള ആൾക്കാർ ആയിരിക്കും. 11ആം ഭാവം എന്ന് പറയുന്നത് സർവ ആഭിഷ്ട ആഗമോ, എല്ലാ ഗുണങ്ങളും നമ്മളിലേക്ക്, എല്ലാ അനുഗ്രഹങ്ങളും ഭൗതികപരമായിട്ടുള്ളതും
എല്ലാ അനുഗ്രഹങ്ങളും, പ്രപഞ്ചത്തിൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും നമുക്ക് ഈ ജന്മം എല്ലാം നമ്മുടെ യാത്ര സ്മൂത്താക്കി തരാൻ വേണ്ടിയിട്ട് വരുന്ന എല്ലാ ബ്ലെസ്സിങ്സും 11th ഹൗസാണ്. അതുപോലെ തന്നെ കല്യാണം കഴിച്ച ശേഷമുള്ള ഭാര്യയിൽ നിന്ന് കിട്ടുന്ന മനസ്സിൻ്റെ സന്തോഷം, ഭാര്യയുടെ മനസ്സിൻ്റെ നന്മ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മനസ്സിൻ്റെ നന്മ, ഇതെല്ലാം 11th ഹൗസ് കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ 11ാം ഭാവത്തെക്കുറിച്ച് നമ്മൾ ഏകദേശമൊക്കെ മനസ്സിലാക്കി. ഇതിൻ്റെ കാരകൻ വ്യാഴമാണ്. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ ഭാവചിന്തയിൽ 1 മുതൽ 11 വരെ പഠിച്ചു. അടുത്തത് മോക്ഷഭാവമാണ്, നഷ്ടഭാവമാണ്, വ്യയഭാവമാണ്. അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമസ്കാരം.